ഹലോ ഫ്രണ്ട്സ്, അനയാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചൂര മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ചൂര. അപ്പം നമ്മൾ മീൻ കറി വെക്കുന്നതിന് മുന്നേ നമുക്ക് ആ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചു. അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഫിഷ് കറി മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഉലുവ അല്ലാതെ മുഴുവനോടുള്ളത് ചേർത്തത്. എന്നിട്ട് നല്ല രീതിയിൽ ഈ പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കുക. ഈ വറുത്തെടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ മീൻകറിക്ക് കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടി കേട്ടോ. എന്നിട്ട് ആ പൊടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിടാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി വെച്ച് തുടങ്ങാം. അതിനായിട്ട് നമുക്കൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ചേർത്ത് ആ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇത് ചതച്ചത് ചേർക്കാം. ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് ഈ അരച്ചെടുത്ത ഈ അരപ്പില്ലേ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ അരപ്പൊന്ന് ചേർത്ത് 1 ഗ്ലാസ് ചൂടുവെള്ളം കേട്ടോ, 1 ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ ഞാൻ ചേർത്തത് കുടംപുളിയാട്ടോ, പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളിയും കൂടെയും ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര ഇതിലേക്ക് നമുക്ക് ചേർക്കാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് അവർ വെട്ടി തരും കേട്ടോ. നമ്മളിവിടെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്താൽ മാത്രം മതി, കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് മീനെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണോ, നിങ്ങളുടെ പഴയ ചാനൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കുന്നതിന് നല്ലത് വീഡിയോയിൽ പറയാമല്ലോ. നമ്മുടെ പുതിയ ചാനലാണിത്, പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മുടെ പഴയ ചാനൽ റിമൂവ് ആയിപ്പോയി. സമയത്തിന് നമ്മൾ ഏജ് വെരിഫിക്കേഷൻ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ റിമൂവ് ആക്കി. അപ്പം ഞാൻ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം എന്നെ പഴയതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ മീൻ ഇട്ടതിന് ശേഷം അതിനകത്ത് 1 തക്കാളി അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് തിളപ്പിച്ചു കേട്ടോ. ഇപ്പോൾ ഇതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിപ്പം ഞാൻ അതിട്ട് ഇളക്കുന്നത്, സാധാരണ ഞാൻ മീൻ ഇട്ടതിന് ശേഷം അതിനകത്ത് കരണ്ടി ഇട്ട് സ്പൂൺ ഇട്ട് ഇളക്കാറില്ല. നമ്മൾ ചട്ടി ഒന്ന് കറക്കത്തതേ ഉള്ളൂ. ഇത് കുട്ടികൾ അടുത്തിരിക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഉപ്പ് പുളിയൊക്കെ നോക്കാം. ഇപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്തടുപ്പിൽ നമ്മൾ ചപ്പാത്തി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. രാത്രിത്തേക്കുള്ള ആഹാരമാണ് റെഡിയാക്കുന്നത്. അപ്പം മീൻകറി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പം ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ